ഡിസംബർ തുടങ്ങിയപ്പോൾ തൊട്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിനൊരു കറക്റ്റായിട്ടൊരു ദിവസം ഉണ്ടോ, അങ്ങനെ ഒരു ഡേറ്റിലാണോ അത് വെക്കുക, അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കുട്ടികൾ വീട്ടിലുള്ളൊരു ദിവസം വെക്കാം എന്ന് കരുതിയിട്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും ലീവുള്ള ഒരു ദിവസം നോക്കിയിട്ടാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ട്രീനെ പറ്റി പറയാനാണെന്ന് വെച്ചെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ട്രീ ആണിത്. നമ്മളിത് ഖത്തറിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഖത്തറിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് വർഷങ്ങൾ അവിടെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു വളവൊക്കെ അതിന് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ അതൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് വെക്കുന്നത്. എന്തായാലും അതിനെ ഒഴിവാക്കാൻ നമുക്ക് മനസ്സ് വരണില്ല, അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങൾ ഞാനിങ്ങനെ ഓരോ വർഷവും വാങ്ങിച്ചതും അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതും എല്ലാം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വർഷം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ അല്ലേ, അപ്പോൾ അതിന് അധികം തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. പക്ഷേ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഇത് എന്താവും എന്നുള്ളത്. പക്ഷേ നമ്മളത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സംഭവം അടിപൊളിയായിരുന്നു. കുറച്ച് ശോഷിച്ച പോലെയുള്ള ക്രിസ്മസ് ട്രീക്ക് ഒരു റിച്ച് ലുക്കൊക്കെ കൊടുക്കാൻ ഈ ഒരു ഐറ്റം പറ്റൂട്ടോ, നല്ലതായിരുന്നു അത്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വിളിച്ചപ്പോൾ അതെല്ലാം കൂടെ വാരി സ്വന്തം കഴുത്തിലിട്ട് മിന്നി തിളങ്ങിയിരിക്കുന്ന ഒരാളെ കണ്ടു. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാൻ നല്ല ഭംഗിയല്ലേ. പ്രത്യേകിച്ച് ഞാൻ അവിടെ ആയിരുന്ന സമയത്തുണ്ടല്ലോ, ഖത്തറിലാകുമ്പോൾ ഒരുപാട് ഈ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ നമ്മൾ മാളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അത് വാങ്ങിക്കാതിരിക്കാൻ തോന്നില്ല. അപ്പോൾ എല്ലാ വർഷവും ഞാനിങ്ങനെ ഓരോ ബോക്സായിട്ട് വാങ്ങിക്കുമ്പോൾ സൈത്തേട്ടൻ പറയും, ഇത്രയും ചെറിയൊരു ക്രിസ്മസ് ട്രീൻ്റെ മുകളിലേക്ക് ഇതൊക്കെ കൂടി വാങ്ങി എവിടെ തൂക്കാനാണ് എന്നുള്ളത്. അങ്ങനെ ഒരുവിധം ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ലൈറ്റ് വെക്കില്ലേ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ വർഷം വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതും കൊള്ളാം, നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അത് ശരിക്കും ഓണാക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ശരിക്കും അറിയാം. ഒന്നാവളുടെ കരുത്തിലോട്ട് ഇതാണോ ഇതൊക്കെ ഓരോ എല്ലാം കൂടെ ഓണാക്കി വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ നല്ല. ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. കാരണം നല്ല രസമുണ്ട്. അത് നമ്മൾ അതിൻ്റെ മുകളിൽ ട്രീൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അവിടെ അങ്ങനെ കത്തി അങ്ങനെ ഇരുന്നു. ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഇവിടെയൊക്കെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ കിട്ടുവാണെന്ന് വെച്ചെങ്കിൽ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങാമല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, ഇതിലത്തെ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഒക്കെ ഹാൻഡ് മെയ്ഡാണ്. നമ്മുടെ ചാനൽ ആദ്യം തൊട്ട് കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും, ഞാനത് വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ കണ്ടു നോക്കിയാലോ.